എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ടൂറാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു ലോകം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പഴയ കിച്ചൺ എൻ്റെതായ ഒരു സ്റ്റൈലിലും ഒരു ശൈലിയിലും ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം. കണ്ടാൽ ഭയങ്കര ലക്ഷറി ലുക്കൊക്കെ തോന്നും, പക്ഷെ ഞാൻ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഇടത്തരം കിച്ചനെ ഞാൻ കൂടുതൽ സുന്ദരമാക്കാനായിട്ട് എൻ്റെ ബഡ്ജറ്റിലുള്ള എൻ്റെ ചെറിയ ചെറിയ പൈസകളൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ എൻ്റെ അടുക്കളയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ അടുക്കളയിലോട്ട് കിടക്കുന്ന വാതിൽ. ഞാനിത് മേടിച്ചപ്പോഴുണ്ടായ അടുക്കള നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. ഇത് അടുക്കളയും അത് വർക്ക് ഏരിയയും സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒന്നാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പുതുമ ഞാൻ നൽകി. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ഏരിയയുടെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലോട്ടും വർക്ക് ഏരിയയിൽ നിന്ന് അടുക്കളയിലോട്ടും അങ്ങാടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് വേസ്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ തന്നെ എനിക്ക് പാചകവും ചെയ്യാം, ഒപ്പം ബാക്കിയുള്ള ജോലികൾ നമുക്ക് വർക്ക് ഏരിയയിൽ ചെയ്യേണ്ട ജോലികൾ നമുക്ക് അടുക്കളയിൽ തന്നെ നിന്ന് നമുക്ക് കണ്ണും കാതും നോക്കി കണ്ടും ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞത്. വർക്ക് ഏരിയയിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യുന്നത് അലക്ക് മെഷീൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അലക്ക് മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനു മുമ്പെല്ലാം സംഭവിച്ചേക്കുന്നത് അതിന് ഞാൻ വെള്ളം തുറന്നിട്ട് ഞാൻ മറന്നു പോകാറുണ്ട്. അലക്ക് കഴിഞ്ഞാലും അത് കഴിഞ്ഞെന്നുള്ളത് ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ അടുക്കളയിൽ തന്നെ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അടുക്കളയിൽ നിന്ന് പാചകവും ചെയ്യാം, അതിൻ്റെ ഇടയിൽ എനിക്ക് അലക്കും നടക്കും. അപ്പോൾ അടുക്കള ഇത്രയും സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന സ്പേസ് വരെ അടുക്കള ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇതായിരുന്നു, ഇത്രയും ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗം വരെ അടുക്കള ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇത്രയും ഭാഗം ചുറ്റിനും വർക്ക് ഏരിയ ആയിരുന്നു. പക്ഷെ അതിനൊരു ജനലയോ വെട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വളരെ ഇരുട്ടുപിടിച്ച് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ സൈഡിലുള്ള ഭിത്തി കംപ്ലീറ്റ് അങ്ങോട്ട് എടുത്തു മാറ്റി, അതേപോലെ ഈ സൈഡിലെ ഭിത്തി അങ്ങോട്ട് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയപ്പോൾ നമുക്കതാ പടിഞ്ഞാറെന്നുള്ള നല്ല സൂര്യപ്രകാശം കിട്ടുന്ന വിധത്തിലുള്ള ജനലയും വെക്കാൻ പറ്റി. കണ്ടല്ലോ, സ്ലൈഡിങ് വിൻഡോ. ഇങ്ങനെ സ്ലൈഡിങ് വിൻഡോ കൊടുത്തപ്പോഴാണ് അടുക്കളക്ക് കൂടുതൽ ഭംഗിയും വന്നേക്കുന്നത്. അത് നിങ്ങളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഏത് സൈഡിലാണ് നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് ആ സൈഡിൽ വെച്ച് നമുക്ക് ഇതുപോലെ വിൻഡോ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഭിത്തിയായിരുന്നു, അത് അത്രയും ഭാഗം ഭിത്തി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഇങ്ങനെ സ്ലൈഡിങ് വിൻഡോ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഈ വിൻഡോ തുറന്നു നോക്കുകയാണെങ്കിൽ ഇതാ നല്ല കാറ്റാണ്. പടിഞ്ഞാറ് ഭാഗമാണിത്, ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെ ആണെങ്കിൽ ഇത് കാലിയായിട്ടുള്ള ഒരു പറമ്പ് കിടക്കുന്നത് കൊണ്ടിട്ട് നല്ല രീതിക്ക് കാറ്റും വെളിച്ചവും എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ സൂര്യപ്രകാശവും ഉണ്ട്. അങ്ങോട്ടുള്ള കാഴ്ചകളും കണ്ട് കാറ്റും കൊണ്ട് എനിക്ക് നിന്ന് ജോലി എടുക്കാൻ പറ്റും. എൻ്റെ ഈ അടുക്കള നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയും ചെയ്യും. നമ്മൾ എപ്പോഴും പണിയുമ്പോൾ നമുക്ക് ഇതുപോലെ അടുക്കള ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് ഇരിക്കാനും പൂപ്പലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കണം. ഇനി സൂര്യപ്രകാശം കിട്ടിയില്ല എങ്കിലും വെട്ടം കിടക്കുന്ന ഭാഗം നോക്കി നിങ്ങൾ എപ്പോഴും ഇതുപോലെ സ്ലൈഡിങ് വിൻഡോയോ അല്ലെങ്കിൽ ജനലോ വെക്കാൻ ശ്രദ്ധിക്കും. പിന്നെ കളർ കോമ്പിനേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈറ്റ് ആണ്. അപ്പോൾ ടൈൽ എടുത്തപ്പോൾ ഈ ഗ്രീൻ കളറായിട്ട് വന്ന് ടൈലിൽ ഗ്രീൻ കളർ വന്ന് കണ്ടല്ലോ, ഈ ഗ്രീൻ കളർ ഡിസൈൻ വന്നു. അപ്പോൾ ടൈല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കബോർഡ് വർക്ക് ചെയ്യുന്ന ആൾ ചോദിച്ച് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഇതിന് മാച്ച് ചെയ്യുന്ന കളറായിട്ട് തന്നെ. എന്നാൽ ഒരുപാട് വില, നമുക്ക് വലിയ വിലയിലോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അപ്പോൾ നമുക്ക് വലിയ വിലയിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കളർ കോമ്പിനേഷനാണ് ഞാൻ ഇതിന് മാച്ച് ചെയ്ത് എടുത്തത്. പേസ്റ്റൽ ഗ്രീൻ കളറാണ് എടുത്തത്. അവർക്കും ഈ കളറ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വെള്ളമായാലൊന്നും പ്രശ്നമില്ല, കാരണം നല്ല നമുക്ക് വേഗം തുടച്ച് വൃത്തിയാക്കി എടുക്കാനും ഒക്കെ സാധിക്കും. എല്ലാവർക്കും ഈ കളറ് വളരെ ഇഷ്ടപ്പെട്ടു.
ഇതുപോലെയുള്ള ബക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാമാണ് ഞാൻ ഇതിലെല്ലാത്തിലും ഇട്ട് വെച്ചേക്കുന്നത്. ഒരേ സെയിം തന്നെയാണ്, അതിന് വേറെ പ്രത്യേകിച്ച് അറകളൊന്നുമില്ല, വെറുതെ ഡോർ മാത്രമാണ് ഞാൻ പിടിപ്പിച്ചേക്കുന്നത്. നല്ലൊരു വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം കബോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയോന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് നല്ല വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു. അദ്ദേഹം ഈ വർക്ക് ഏറ്റെടുത്തിട്ട് എനിക്ക് 1 മാസത്തിന് ശേഷമാണ് ഇത് ചെയ്തു തരാൻ ഒരുങ്ങിയത്. ആദ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ടൈലിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിന്നാണ് അദ്ദേഹം ഫുള്ള് വെട്ടലും മുറിക്കലും അങ്ങനെയുള്ള ഐറ്റംസുകൾ എല്ലാ പണിയും ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ടൈലിന്റെ മുകളിൽ നിന്നാണ് അവരതെല്ലാം കട്ട് ചെയ്യുകയും മറ്റും ചെയ്തത്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിവിടെ താമസം തുടങ്ങി കഴിഞ്ഞ് നമുക്ക് ഞങ്ങൾ മതിയാക്കി പൊയ്ക്കോ വേണ്ട ഇനി എന്ന് പറയുന്ന വിധത്തിലേക്ക് എത്തി. കാരണം വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം. കാരണം പൈസ കൊടുത്ത് പോയി 25,000 രൂപ അഡ്വാൻസ് കൊടുത്തും പോയി, കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് പെരയുടെ അകത്തിട്ട് തന്നെയാണ് അവർ പണി നടത്തിയത്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ടൈലിനെല്ലാം ക്രാച്ചസ് വീഴുകയൊക്കെ ചെയ്തു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ആദ്യം തന്നെ പൈസ കൊടുത്ത് മുഴുവൻ പൈസയും കൊടുക്കരുത്, പകുതി പൈസയും കൊടുക്കരുത്. കാരണം അവരോട് പറയണം എല്ലാം സെറ്റ് ചെയ്ത് വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വിധത്തിലേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവനും വൃത്തികേടാവും. അതിൻ്റെ ഒരു മാതിരി ചെറിയ ചെറിയ സീക്വൻസ് പൊടി പോലെ അലുമിനിയം പൊടി ധാരാളം വീഴുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റി. പിന്നെ 10 ദിവസമാണ് 10-12 ദിവസമാണ് ഇവർ ഇത്രയും ചെയ്തിട്ട് തന്നെ ഇത്രയും ദിവസം അവർ പിടിച്ച് 1 മാസം അവർ പൈസ മേടിച്ചതിന് ശേഷം ഡിലേ ആക്കുകയും ചെയ്ത് അതിനുശേഷം വീണ്ടും 10 ദിവസം കൊണ്ടാണ് എനിക്കിത് വീടിൻ്റെ അകത്തിട്ട് ചെയ്തു തന്നത്. അപ്പോൾ ടൈലിൻ്റെ അതേ മാച്ചായിട്ടുള്ള ഇത് കബോർഡ് എനിക്ക് ചെയ്യാനും പറ്റി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ചെയ്ത വർക്കറെ കുറിച്ച് മാത്രമാണ് അത്ര വലിയ അഭിപ്രായമില്ലാത്തത്. കാരണം ഫിനിഷ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒട്ടും സമയമില്ലാത്ത പോലെയാണ് നമ്മളോട് പെരുമാറിയത്. എന്തോ ഫ്രീ ആയിട്ട് ചെയ്തതിന് പോലെയാണ് പുള്ളിയുടെ പെരുമാറ്റം ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, ഫിനിഷിങ് വരുത്തുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വൈറ്റ് ടൈല്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വളരെ വില പിടിച്ച ടൈലല്ല, നാനോ ടൈലല്ല, വൈറ്റ് നാനോ അല്ല, അതിനേക്കാൾ കുറഞ്ഞ ടൈപ്പിലുള്ളതാണ് ഈ ടൈല് വൈറ്റ്. എനിക്ക് ഈ ടൈല് മേടിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം മൂത്ത് വൈറ്റ് ടൈല് മേടിച്ച പോലെ ആയിപ്പോയി. കാരണം വൈറ്റ് ടൈല് കാണാനും ഭംഗിയാണ്, അതിൽ എന്ത് വെച്ചാലും ഒക്കെ ഭംഗിയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്നെ പോലെ ഇടത്തരം ഫാമിലിയിലുള്ള, അതായത് നമ്മളെപ്പോഴും അടുക്കളയിലുണ്ടാവും, പാചകത്തേക്കാൾ കൂടുതൽ പാചകമായിരിക്കും നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദയവ് ചെയ്ത് ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പീസ് വെക്കാതെ ഞാൻ പറയുള്ളൂ. കാരണം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് സാധനം വെച്ചാലും അത് ഇതൊരു കട്ടിംഗ് ബോർഡ് ഞാൻ സ്റ്റീലിൻ്റെ വെച്ചതാണ്. അത് ഒരാഴ്ച കഴിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കറവീന്നു. ദോശ എല്ലാം ചുട്ട് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി താഴോട്ടൊന്ന് വെച്ച് പോയി. അവിടെ ഇതുപോലെ കറ വീണിട്ട് അത് പോകുന്നില്ല. അപ്പോൾ തുരുമ്പ് എന്ന കറ വീണിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും പോകില്ല. ഞാൻ എന്തൊക്കെ പാട് ചെയ്തിട്ടും എന്തൊക്കെ ലോഷൻ മേടിച്ചിട്ടും അത് പോകില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പാചകം ചെയ്യുമ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു പീസ് മേടിച്ച് പാചകം ചെയ്ത ഭക്ഷണങ്ങൾ ചെയ്യാന്നല്ലാതെ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് ഒന്നും ഇത് വെക്കാണ്ടിരിക്കലാണ് നല്ലത്. അതിന് എപ്പോഴും നല്ലത് ബ്ലാക്ക് ടൈല് തന്നെയാണ്, ബ്ലാക്ക് ടൈലാണ് ഇടേണ്ടത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇടാൻ പാടുള്ളൂ. വൈറ്റ് ടൈല് എപ്പോഴും ഷോയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. പിന്നെ നമുക്ക് 2 കിച്ചണുള്ള ചിലർ 2 കിച്ചൺ പണിയണവരൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ളവരും ഒക്കെയാണ്, പൈസ കയ്യിലുള്ളവരും ഒക്കെ 2 കിച്ചണൊക്കെ പണിയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീടിൻ്റെ അകത്ത് ഷോയ്ക്ക് വേണ്ടി മാത്രം, അത് കാണിക്കാൻ വേണ്ടി മാത്രം ഈ വൈറ്റ് ടൈൽ ഇടുന്നത് നല്ലതായിരിക്കും. പക്ഷേ എന്നെ പോലെ 3 നേരം പാചകവും ചെയ്ത് അടുക്കളയിൽ തന്നെ അധിക സമയം ഓരോന്ന് പെരുമാറുന്നവർക്ക് ഒരിക്കലും ഈ വൈറ്റ് ടൈല് നല്ലതല്ല എന്നേ ഞാൻ പറയുള്ളൂ. പകരം നിങ്ങൾക്ക് ബ്ലാക്ക് ടൈൽ ഇട്ടിട്ട് ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് വൈറ്റ് ടൈൽ ഇടുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ ഞാൻ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധികം ഇവിടെ കബോർഡ് വർക്കുകളൊന്നും ഞാൻ ചെയ്തില്ല. പകരം ഞാൻ ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലെ 3
പീസ് വരുന്ന ഈ സെറ്റ് മേടിച്ച് ഇങ്ങനെ ടിന്നുകളെല്ലാം അടുക്കി വെക്കാനും എനിക്ക് കൈ എത്തുന്ന വിധത്തിലും എളുപ്പത്തിലും ഭംഗിയായിട്ട് അടുക്കി വെക്കാനും പിന്നെ വെട്ടവും വെളിച്ചവും കയറുന്ന വിധത്തിൽ എനിക്ക് കബോർഡിൻ്റെ അകത്ത് ഡോറിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ എപ്പോഴും ആ ഡോർ തുറക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സാധനങ്ങൾ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കബോർഡ് വർക്കുകളൊന്നും ചെയ്തില്ല. പകരം പാത്രങ്ങൾ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷെൽഫ്, പാത്രങ്ങൾ ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ട്. അതിന് ഡോറൊക്കെ വേണമെങ്കിൽ വെച്ച് തരാമെന്ന് ഞാൻ അതൊന്നും വേണ്ട, നമ്മുടെ ബഡ്ജറ്റ് കൂടി നോക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എനിക്ക് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വന്ന് പാത്രം ഇങ്ങനെ എടുക്കാനായിട്ട് ഓപ്പൺ ആയിട്ട് അത് ഗ്ലാസ് തുറന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ വെച്ചില്ല, ഡോറുകളൊന്നും ഞാൻ വെച്ചില്ല. ആ ഗ്ലാസ് വെക്കാനും പാത്രം വെക്കാനും ഇതുപോലെ ഒരെണ്ണം ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ഇതുപോലെ ഡോറില്ലാത്ത ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡോറ് വെക്കാം എന്ന് പണിക്കാരൻ പറഞ്ഞെങ്കിലും ഞാൻ വെച്ചില്ല. എനിക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. കാരണം സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ ചെയ്തെടുപ്പിച്ചായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കളറിലുള്ള ഡോറും അവർ വെച്ച് തരും. പക്ഷേ എനിക്ക് അത് ആവശ്യമില്ലായിരുന്നു. എനിക്കിത് കുറച്ചും കൂടി വലിപ്പത്തിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. തൽക്കാലം ഞാൻ ഇത്രയും ഉള്ളതൊരെണ്ണം വെപ്പിച്ചത്. ഇനി എൻ്റെ കിച്ചണെ കൂടുതൽ സുന്ദരമാക്കുന്ന കുറച്ച് എസ്തെറ്റിക് വരുന്ന സാധനങ്ങൾ, ഐറ്റംസുകൾ ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭരണികളാണ്. ഉപ്പ്, ഇത് ഉപ്പുപൊടി. ഇതിൽ കല്ലുപ്പാണ്, അത് കാലിയായതുകൊണ്ടാണ് അതിലില്ല. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ ഷേപ്പുള്ള 2 ഭരണി. അത് എനിക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ അതിൽ തൽക്കാലം ഒന്നും ഇട്ടിട്ടില്ല. വലിയ വിലയൊന്നും ഇല്ലാത്ത ടൈപ്പിലുള്ള ഇതുപോലുള്ള ഭരണികൾ നമുക്ക് മേടിച്ച് വെച്ചാൽ കൂടുതൽ എസ്തെറ്റിക് ആയിട്ട് നമ്മുടെ കിച്ചൺ തോന്നും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കണ്ടല്ലോ, ഇതിലും ഉപ്പൊക്കെ ഇട്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അച്ചാറിട്ട് വെക്കാം. അതേപോലെ തന്നെ ഇത് വെക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് സ്റ്റാൻഡും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ നല്ലതാണ്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. നല്ല ഐറ്റംസാണ്. ഇതെല്ലാം നല്ല ഐറ്റംസാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഭരണി കൊണ്ടുവന്നപ്പോൾ എന്താ സാധനം എന്നറിയാതെ വീട്ടിൽ ഗേറ്റ് പൂട്ടിയിട്ടേക്കായിരുന്നു. ഗേറ്റ് പൂട്ടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ആള് ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് എറിഞ്ഞിട്ടോ എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ സിറ്റ് ഔട്ടിലേക്ക് എറിഞ്ഞിട്ട ഭരണിയാണ് ഈ 2 എണ്ണം. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമുക്കറിയാം അത് നല്ല സ്ട്രോങ്ങിലാണ് അവർ. അപ്പോൾ ഈ 4 ഭരണികളും നമ്മുടെ അടുക്കളക്ക് നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ സ്പൂൺ സ്റ്റാൻഡ് അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ, കത്തി, ഇതൊക്കെ ഇടാൻ. പക്ഷേ ഇത് നിങ്ങൾ മേടിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. കാരണം ഇത് ഒരു തരത്തിലും ഉപയോഗമില്ല. കാരണം എന്തിട്ടാലും അതെല്ലാം ഇതുപോലെ തുരുമ്പ് പിടിക്കുന്നു. വെള്ളം ഉണ്ടായാലും ഇല്ലെങ്കിലും എങ്ങനെയാണെന്ന് അറിയില്ല. കണ്ടോ, ലൈറ്റർ, കത്തികൾ, എല്ലാ സാധനങ്ങളും ഇതുപോലെ എല്ലാത്തിൻ്റെ എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ അറ്റം തുരുമ്പെടുക്കും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാര്യം വെച്ചാലും ഈ ഐറ്റം മീഷോയിൽ നിന്ന് ആണ് ഞാൻ മേടിച്ചത്, മേടിക്കാതിരിക്കുക. പിന്നെ ഇതെൻ്റെ സ്റ്റൗ, ഫ്ലെംസിൻ്റെ സ്റ്റൗ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൗ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് കാണാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. ഇത് നല്ലൊരു സ്റ്റൗ ആണ്, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഇത്. ഇത് ഇഷ്ടമാതിരി ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം ഇത് കൂടുതൽ കിച്ചണിൽ ഇങ്ങനെ വിൻഡോയില്ല അല്ലെങ്കിൽ ഇതേപോലെ സ്ലൈഡിങ് വിൻഡോയിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ഈ ഇലകളെല്ലാം നല്ല കാറ്റത്ത് ഇങ്ങനെ ആടുകയും പറക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതുപോലെ ടിന്നുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒത്തിരി സാധനങ്ങൾ അഴിച്ചിടാനുണ്ട്, കാര്യമായിരിക്കുകയാണ്. ഇതും ഞാൻ അതുപോലെ തന്നെ വാങ്ങിച്ചതാണ്. ടിന്നുകൾ മേടിച്ചിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. പിന്നെ ഇതും ഞാൻ റെഡിമെയ്ഡ് ഇങ്ങനെ ഒട്ടിക്കുന്നത്, ടൈലിൽ ഒട്ടിക്കുന്നത് മേടിച്ചതാണ്. ഇത് ടിഷ്യൂ പേപ്പറാണ് ഇവിടെ ഞാൻ ഇടുന്നത്. അത് കാലിയായിരിക്കുകയാണ്, ഇനി വാങ്ങിച്ചിട്ട് വേണം. പിന്നെ പൈപ്പാണ്. അത് നമുക്ക് ഏത് പൊസിഷനിലേക്കും തിരിക്കുകയും വെള്ളം നമുക്ക് ഇതുപോലെ തിരിച്ചാൽ 2 ടൈപ്പിൽ നമുക്ക് വെള്ളം എടുക്കാം. അത് നമുക്ക് ഈ പൊസിഷൻ തിരിച്ച് നമുക്ക് ഇത് സിങ്ക് കഴുകണമെങ്കിലും നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളക്കാൻ പറ്റുന്ന സംഭവമാണ്. പലരും ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ.
പിന്നെ ഇതുപോലെ പാത്രങ്ങൾ ഇവിടെ നിന്നും കഴുകി വെക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഇത് വാങ്ങിച്ചായിരുന്നു. പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡ് മേടിച്ചായിരുന്നു. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. ഇതെല്ലാം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് യഥാസ്ഥാനത്ത് എടുത്ത് വെക്കുകയും ചെയ്യാം. എൻ്റെ ഉഷയുടെ മിക്സിയാണ്. ഏതാനും ഒരു 4 വർഷത്തോളം ആയി. എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല മിക്സിയാണ്. പിന്നെ ഇത് ചൂടുവെള്ളം സ്റ്റോർ ചെയ്യാനും അല്ല തണുത്ത വെള്ളം സ്റ്റോർ ചെയ്യാനും ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ്. നമുക്ക് കുടിവെള്ളം ഇതേപോലെ ശേഖരിച്ച് വെച്ചാൽ കുട്ടികൾക്കൊക്കെ തന്നെ വന്ന് എടുത്ത് കുടിക്കാം. കാരണം വെള്ളം ചൂടാറ്റി വെക്കണമെങ്കിൽ വെക്കാം, അല്ലെ ചൂടുവെള്ളമായിട്ട് വെക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾ തിരിച്ച് ഗ്ലാസ്സിൽ എടുത്തോളും. ഇത് കണ്ടാൽ അറിയാൻ പറ്റും. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതാ ഇതുപോലെ കറ വന്നു കഴിഞ്ഞാൽ പോകില്ല. ഇതൊക്കെ തുരുമ്പ് കറയാണ്, ഭയങ്കര പാടാണ് പോകാനായിട്ട്. ഇതാ വാഴല വെച്ചതാണ് ഞാനിവിടെ. ഈ അറ്റത്ത് ഞാൻ വാഴല ഒന്ന് വെച്ച് രാവിലെ ഒന്ന് അതെടുത്ത് കളയാൻ നോക്കിയപ്പോഴാണ് അതോടെ കറ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ടൈല് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാ ഞാൻ പറഞ്ഞില്ല, കിച്ചണിൽ നിന്നും പണിയെടുക്കുമ്പോൾ എനിക്ക് അലക്കും നടക്കും. അതിന് ഞാൻ ഇവിടെ തന്നെയാണ് ഇതാ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു അലക്കുകയും ചെയ്യാം, ഗ്യാസിൽ എന്തെങ്കിലും വെച്ചാൽ എനിക്കത് കാണുകയും ചെയ്യാം. അപ്പൊ 2 കാര്യം നമുക്ക് നടക്കും. വർക്ക് ഏരിയയുടെ ആവശ്യം എനിക്കില്ല. പിന്നെ ഇത് ഊണുമേശ, ഡൈനിങ് ടേബിള്. ഇതാ ഇത് ഞാൻ കൊല്ലത്തു നിന്നുള്ളൊരു ഫർണിച്ചർ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ എന്താ ഇവിടെ ഒന്നുമില്ലെന്ന് എനിക്ക്, പക്ഷെ അവരുടെ ഐറ്റംസുകളെല്ലാം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ഇത് നല്ല നല്ല ടൈപ്പ്, അങ്ങനെ പൂപ്പല പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള കസേരകളും ടേബിളുമാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എനിക്ക് കിട്ടി. എനിക്ക് ഇതേപോലെ തന്നെ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാർബിൾ ഒട്ടിച്ചതാണിത്. മാർബിൾ ഒട്ടിച്ചത് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ അടുക്കളക്ക് ഒരു ലുക്ക് തന്നെ തരുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കടലാസ് പൂവിന്റെ ആർട്ടിഫിഷ്യൽ കടലാസ് പൂവാണ്. അത് ഇടാനുള്ള ഈ ബോർഡും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഈ പൂവും അതേപോലെ മേടിച്ചാൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ ഊത് കത്തിച്ച് വെക്കാനായിട്ട് കിച്ചണിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ മീനൊക്കെ മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ കത്തിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് ചാരോ പോകോ ഒന്നും നമുക്ക് ഇവിടെ വീഡിയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ കിച്ചണിൽ നമ്മൾ ഊണ് കഴിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ ചെറിയ ഫാൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് മേടിച്ചതാണ്. ബജാജിൻ്റെ ഫാൻ മേടിച്ചത്. ചെറുതാണെങ്കിലും നല്ല കാറ്റാണ്. ബജാജിന്റെ ചെറിയ ഒരു ഫാൻ. പിന്നെ ഇതെന്റെ ലോയിഡിന്റെ ഫ്രിഡ്ജാണ്. സൂപ്പർ ഫ്രിഡ്ജാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. നല്ലപോലെ ഉള്ളിൽ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിത് രണ്ടും ഫ്രിഡ്ജ് ആക്കണമെങ്കിൽ ഫ്രീസറും നമുക്ക് ഫ്രിഡ്ജ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ തണുപ്പ് നമുക്ക് കൂട്ടിയും കുറച്ചിടാനുള്ള ആ ഓപ്ഷനും ഉണ്ട്. ലോയിഡിന്റെ ഫ്രിഡ്ജിനെ കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ ഇതിന്റെ മുകളിൽ നിന്നാണ്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് പിന്നെ ബില്ലുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉള്ള ഒരു കവർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടപ്പെട്ട താക്കോല്, വേണ്ട ബില്ലുകൾ, കറണ്ട് ബില്ലുകൾ ഇതൊക്കെ നമുക്ക് ഇതേപോലുള്ള കവറുകളിൽ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മറന്നു പോകാതെ എപ്പോഴും നമുക്ക് വെയിറ്റ് നോക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കാരണം ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, വെയിറ്റ് കൂടുതലുണ്ടാകുന്ന കൂടെ നോക്കണ്ടേ. അതിന് ഞാൻ ഒരു വെയിറ്റിംഗ് മെഷീൻ ഞാൻ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ കിട്ടും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ഒരു ഭംഗിക്കും പിന്നെ ഒരു ലക്കിക്കും വേണ്ടി ഞാൻ ലക്കി ബാമ്പു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ വെള്ളം ഒഴിക്കാൻ നമ്മൾ മറക്കയില്ല കിച്ചണിലാവുമ്പോൾ. അതുകൊണ്ട് പിജിയോൻ്റെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ മേടിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അത് ഒത്തിരി വിലയൊന്നുമില്ല, എന്നാൽ എല്ലാം എളുപ്പത്തിലാവുന്നുണ്ട്. സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഫ്ലിപ്കാർട്ടിൽ ഒത്തിരി വിലയൊന്നുമില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വിലക്ക് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഞാൻ പിന്നെ ഇരുമ്പ് ചട്ടികൾ ഞാൻ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എവിടെ തൊട്ടാലും അത് കറയൊക്കെ ആവും, തുരുമ്പൊക്കെ ആവും. അപ്പോൾ ഇങ്ങനെ അത് താഴെ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, തേങ്ങ, ഉള്ളി, തക്കാളി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കാണ്. സവാള, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇടാൻ ഇങ്ങനെ ഒരു
ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു മിഡിൽ ക്ലാസ്സുകാരിയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചണിലുള്ളത്. നിങ്ങൾ കിച്ചൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറക്കാതെ കാണണം. പിന്നെ ഞാൻ ഈ കാണിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വൈറ്റ് ടൈലിനെ കുറിച്ചായാലും മറ്റു പ്രൊഡക്റ്റുകളെ കുറിച്ചാണെങ്കിലും ചോദിക്കുക. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ നിങ്ങളോട് പറഞ്ഞ് വൈറ്റ് ടൈൽ ഇട്ടതിനെ കുറിച്ച് അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ കാണിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. എല്ലാവർക്കും ബൈ.